അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം കണ്ണേറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരുപാട് ആളുകളുടെ സംശയമാണ്, ഉസ്താദേ കണ്ണേറ് ഉള്ളതാണോ, അത് തട്ടുമോ, അതിനെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത്? ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒന്നാണ് കണ്ണേർ. കണ്ണേറിനെ സംബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് അൽ ഐനു ഹഖ്കുൻ, കണ്ണേർ ഉള്ളതാണ്, അത് സത്യമാണ്. തുദ്ഖിലു റജുല അൽ ഖബർ, കണ്ണേർ ഒരു മനുഷ്യനെ ഖബറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാൽ കണ്ണേർ ബാധിച്ചാൽ രോഗിയായി പെട്ടെന്ന് മരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഒട്ടകത്തെ ചട്ടിയിലേക്കും മനുഷ്യന്മാരെ ഖബറിലേക്കും എത്തിക്കുന്ന ഒന്നാണ് കണ്ണേർ. കണ്ണേറിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണ് എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ണേർ വേറെ ആൾക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? ഒരു ഹദീസിൽ കാണാം, മൻ റഅ ശൈഅൻ, ഒരു വസ്തുവിനെ നീ കണ്ടു, ഫഅഅജബഹു, ആ വസ്തു നിന്നെ അത്ഭുതപ്പെടുത്തി, നീ ഇതുവരെ കാണാത്ത അത്ഭുതം നിറഞ്ഞ ഒരു വസ്തുവിനെ നീ കണ്ടാൽ നിന്റെ കണ്ണേർ, നിന്റെ കണ്ണ് അതിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടി ചിലപ്പോ നോക്കിയാൽ മതി, ചിലപ്പോ പറഞ്ഞാൽ മതി. കണ്ണുകൊണ്ട് നോക്കുന്നതിന് കണ്ണേർ എന്ന് പറയുന്നത്, നാക്കുകൊണ്ട് പറയുന്നതിന് നാക്കേർ എന്ന് പറയും. അപ്പൊ നിന്റെ കണ്ണേർ ബാധിക്കാതിരിക്കാൻ വേണ്ടി നീ ചെയ്യേണ്ടത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ആ ദിക്ർ നീ ചൊല്ലിക്കോ. എന്നാൽ ലം യദുർഹു ഐൻ, നിന്റെ കണ്ണ് അതിലേക്ക് ബാധിക്കൂല എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണേർ അതിലേക്ക് ബാധിക്കൂല. അത് നല്ല ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ ആ ദിക്ർ ചൊല്ലാൻ കഴിയുകയുള്ളൂ. കണ്ണേറും സിഹറും അതൊക്കെയും അസൂയിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നാണ്. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ നിന്നെ അത്ഭുതപ്പെടുത്തിയ വസ്തു, അതിനെ കണ്ട് നീ പറഞ്ഞാൽ, ഒരു നല്ല മനോഹരമായ സുന്ദരമായ ഒരു വീടിനെ കാണുമ്പോൾ നീ ചൊല്ലണം ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഖുവത, ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലെങ്കിൽ മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നിന്റെ കണ്ണേർ അതിലേക്ക് ബാധിക്കൂല എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കണ്ണേർ ബാധിച്ച ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും കിതാബുകളിൽ കാണാൻ സാധിക്കും. ഒരു സ്വഹാബിക്ക് കണ്ണേർ ബാധിച്ചത് ഹദീസുകളിൽ കാണാം. മറ ആമിർ ഇബ്നു റബീഅ, ആമിർ ഇബ്നു റബീഅ എന്ന ഒരു സ്വഹാബി നടക്കുകയായിരുന്നു, ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. സഹ്ൽ ഇബ്നു ഉനൈഫ്, സഹ്ൽ ഇബ്നു ഉനൈഫിനെ കാണാനാണ് അദ്ദേഹം പോയത്. സഹ്ൽ ഇബ്നു ഉനൈഫിന്റെ അടുത്തേക്കാണ് അദ്ദേഹം പോയത്, നടന്നു പോയത്. സഹ്ൽ ഇബ്നു ഉനൈഫ് ആ സമയം ഒരു സ്ഥലത്ത്, ഒരു വെള്ളമുള്ള സ്ഥലത്ത് കുളിക്കുകയായിരുന്നു. അദ്ദേഹം കുളിക്കുകയായിരുന്നു ആ സമയം. അപ്പോൾ ആമിർ ഇബ്നു റബീഅ എന്ന സ്വഹാബി പറഞ്ഞു, ലം അറക്കല്ലോ, ഇന്നലെ പോലെ അല്ലല്ലോ നീ ഉള്ളത്, ഇന്നലെ കണ്ടതുപോലെയല്ല നീ ഇന്നുള്ളത്. നിന്റെ തൊലി പ്രത്യേകമായ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു സൗന്ദര്യം നിനക്കുണ്ട്, കളർ ചേഞ്ച് ആയിട്ടുണ്ട്. പറഞ്ഞതേ ഉള്ളൂ സഹ്ൽ ഇബ്നു ഉനൈഫ് എന്ന സ്വഹാബി കുഴഞ്ഞു വീണു. അങ്ങനെ ഉടനെ തന്നെ ഫഅതാബിഹിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് സഹ്ൽ ഇബ്നു ഉനൈഫ് എന്ന സ്വഹാബിനെ കൊണ്ടുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിർ ഇബ്നു റബീഅ എന്ന സ്വഹാബിയെ ശാസിച്ചു. മൻ തത്തഹിമൂൻ ഖാലു ആമിർ ഇബ്നു റബീഅ ഖാല അലാ മാ യഖ്തുലു അഹദുകും അഖാ, നിന്റെ സഹോദരനെ നീ എന്തിനാണ് നശിപ്പിക്കുന്നത്, നീ പലതും പറഞ്ഞ് എന്തിനാണ് നീ കൊല്ലുന്നതെന്ന് റസൂലുള്ളാഹി ശാസിച്ചു ആമിർ ഇബ്നു റബീഅ എന്ന സ്വഹാബിയെ. എന്നിട്ട് പറഞ്ഞു, ഇദാ റഅ അഹദുകും മിൻ അഖീഹി മാ യുഅജിബുഹു, നിന്റെ സഹോദരന്റെ അടുത്ത് നിന്ന് അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും നീ കണ്ടാൽ ഫല്യദുഉഹു ലഹു ബിൽ ബറക, അദ്ദേഹത്തിനക്ക് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക, ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ.
എന്ന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആമിറിനോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അദ്ദേഹം വെള്ളം കൊണ്ടുവന്നു. അദ്ദേഹത്തെ വുളൂ ചെയ്യിപ്പിച്ചു, കുളിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ച വെള്ളം കൊണ്ട് അദ്ദേഹത്തെ ശരീരം മുഴുവനും തടവി കൊടുത്തു. കയ്യും കാലും മുഖമൊക്കെയും അദ്ദേഹത്തിന് മന്ത്രിച്ച വെള്ളം കൊണ്ട് അദ്ദേഹത്തിലേക്ക് തേച്ചു കൊടുത്തു. അതോടുകൂടെ അദ്ദേഹത്തിന്റെ ആ കണ്ണേർ ബാധിച്ച് സുഖപ്പെട്ടു എന്ന് ഹദീസിൽ കാണാം. അപ്പൊ കണ്ണേർ ഉള്ളതാണ്, അത് പെട്ടെന്ന് ബാധിക്കും. സുബ്ഹാനഹു വ തആല എല്ലാവിധ കണ്ണേറിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കള് വേണ്ടപ്പെട്ടവരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കണ്ണേറും സിഹറും ബാധിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹ 7 വട്ടം എല്ലാ ദിവസവും രാവിലും വൈകുന്നേരം ഓതുക. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതുക. സൂറത്തുൽ ഫലക് 3 പ്രാവശ്യം ഓതുക. സൂറത്തുൻ നാസ് 3 പ്രാവശ്യം ഓതുക. ഇത് എല്ലാ ദിവസവും പതിവാക്കിയാൽ എല്ലാവിധ ഷർറുകളിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഹദീസുകളിൽ കാണാം. എല്ലാവിധ സിഹറിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ ഈ ആയത്താണ് സൂറത്തുൽ മുഅവ്വിദത്തൈൻ സൂറത്തുൽ ഫലക് നാസ് ആണ് ഇറങ്ങിയത്. അതുമുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. എല്ലാവിധ സിഹറിൽ നിന്നും, ശൈത്താനിന്റെ ഷർറുകളിൽ നിന്നും, ജിന്നിന്റെ സിഹറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, മനുഷ്യന്മാരുടെ സിഹറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, എല്ലാവിധ ഷർറുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന 2 സൂറത്തുകളാണ്. അതേപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ രാവിലെയും വൈകുന്നേരം 3 വട്ടം ചൊല്ലുക. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ്സമീഉൽ അലീം. ഈ ദിക്ർ 3 വട്ടം ചൊല്ലുക. അന്നത്തെ ദിവസം ഒരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല എന്ന ഹദീസുകളിൽ കാണാം. അപ്പൊ കണ്ണേറും സിഹറും ഉള്ളതാണ്, അത് പെട്ടെന്ന് ബാധിക്കും, അത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കുന്ന ഒന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തും സന്തോഷവും നൽകട്ടെ. എല്ലാവിധ സിഹർ കണ്ണേറിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സിഹർ കൊണ്ടും കണ്ണേറ് കൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കണ്ണേറുകളെയും എല്ലാ സിഹറിനെയും അല്ലാഹു ബാത്തിലാക്കി കൊടുക്കട്ടെ. ജീവിതത്തിൽ അള്ളാഹു എപ്പോഴും സന്തോഷം, സമാധാനം, റാഹത്തും ഇസ്സത്തും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഭൂമികളിൽ നിന്ന് പൊങ്ങി വരുന്നതുമായ സർവ്വവിധ ഫിത്നകളിൽ നിന്നും എല്ലാവിധ ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.